അതിന്റെ വീഡിയോ ഞാൻ ഗോപ്രോയിൽ എടുക്കാം കേട്ടോ. ഞാൻ കാത്തിരുന്നത് ഗായ്സ്. ഹായ് ഹലോ അസ്സലാമു അലൈക്കും, ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം, മുത്തുമണികളാണ്. അങ്ങനെ ഞാനിതാ ഈ ട്രിവാൻഡ്രത്തേക്ക് പോകാൻ വേണ്ടി പോവാണ്. ട്രിവാൻഡ്രത്ത് ഒരു സുഹൃത്തുണ്ട്, സുഹൃത്തിൻ്റെ കൂടെ കുറച്ച് അടിപൊളിയുണ്ട്, അടിച്ചുപൊളിയുണ്ട്. പിന്നെ അവിടെ കുറച്ച് സ്ഥലത്ത് പോകാനുണ്ട്. എല്ലാം നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് അതിനനുസരിച്ച് നമുക്ക് തീരുമാനിക്കാം. ആദ്യം മുന്നേ പറഞ്ഞിട്ട് ചിലപ്പോൾ നടന്നില്ലെങ്കിലോ, അതുകൊണ്ടാ. അപ്പോൾ എന്തായാലും ഞാൻ ഇന്നലെ സ്റ്റേ ചെയ്ത വീട് എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ മച്ചാൻ ഒളിച്ചിരിക്കുകയാണ്. ഓടാ, ക്യാമറയിൽ മുഖം കാണിക്കാൻ ഭയമാണ് കേട്ടോ. ഒരു ചിലർക്ക് നാണം ഉണ്ടാവില്ല, അതാ. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നലെ എവിടെ ഇന്ന് സ്റ്റേ ചെയ്തിരുന്നത്. ബ്രോ എൻ്റെ അടുത്ത് ചോദിച്ചു ഞാനും വരണം ട്രിവാൻഡ്രത്തേക്ക് നിൻ്റെ കൂടെ നടന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, വെറുതെ എന്തിനാ, വേണമെന്നുണ്ടെങ്കിൽ പോരാം, നോക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോകാൻ വേണ്ടി പോവാണ്. എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയാം കേട്ടോ. അപ്പോൾ മച്ചന്മാരെ ഞാനിത് നടത്താൻ ആരംഭിച്ചിരിക്കുകയാണ്. ഞാൻ മാത്രമല്ല, ഞങ്ങളുണ്ട് കേട്ടോ. ആളും പോകുന്നു, ഒന്നും നോക്കിയില്ല, ഞാനും ഉണ്ട് ട്രിവാൻഡ്രം പറഞ്ഞു നടക്കാൻ. അപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു മൂഡ് തോന്നാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ ആൾ പറയാം, അപ്പോൾ നിങ്ങൾക്ക് എന്താ ഇങ്ങനെ ഒരു മൂഡ് തോന്നാൻ കാരണം? അപ്പോൾ എനിക്ക് പിന്നെ ഉത്തരവില്ലല്ലോ. ഇത് ഒരാളൊന്നുകൂടെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ആൾ മലപ്പുറത്ത് വളാഞ്ചേരിയിൽ ഉള്ളൊരു സുഹൃത്താണ്. നമ്മുടെ നാഫി എന്നാണ് പേര്. ആളിപ്പോൾ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് വർക്ക് മാൻ? ആളിങ്ങനെ ഒന്നും സംസാരിക്കില്ല, ആൾക്കൊരു നാണമാണ്. എന്താ പറയുക, ആളിവിടെ ഡെലിവറി ബോയ് ആയിട്ട് വർക്ക് ചെയ്യുക. ഞാൻ തന്നെ പറഞ്ഞല്ലോ, ഞാനിങ്ങനെ സ്റ്റേ കിട്ടാതെ നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ എന്നെ വന്ന് സഹായിച്ചൊരു വ്യക്തിയുടെയാണ് ഇത്. എൻ്റെ കൂടെ ട്രിവാൻഡ്രം വരും. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എൻ്റെ സുഹൃത്തിനെ വിളിച്ചിട്ട് വണ്ടിയിൽ ഇങ്ങോട്ടേക്ക് പോരും കേട്ടോ. അതൊരു മനസ്സാണ്. നമ്മൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് യാത്രയിലൊരു സന്തോഷം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ രണ്ടുപേരും ഇൻഫോസിസ് ഗാർഡൻ പാർക്കിന്റെ മുന്നിലൂടെയാണ് നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മച്ചാനെ തളർന്നോ? ഇല്ല, മച്ചാൻ തളർന്നിട്ടില്ല എന്നാ പറയുന്നത്. എൻ്റെ ഇവിടെയൊക്കെ എങ്ങനെ പൊള്ളുന്നു, മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ ട്രിവാൻഡ്രം കയറിയപ്പോൾ നമുക്ക് എന്താ തോന്നുന്നതെന്ന് അറിയാമോ? എനിക്ക് ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് നമ്മൾ നടന്നു കയറുന്ന പോലെ തോന്നുന്നു. കാരണം ഒന്നുമില്ലാതെ സ്ഥലത്തൊന്നും ഇങ്ങനെ ബിൽഡിങ്ങുകൾ, വലിയ വലിയ ബിൽഡിങ്ങുകളായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. വളരെ ടയേർഡ് ആയതുകൊണ്ട് രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ടും നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. നല്ല നാടൻ ഭക്ഷണങ്ങളൊക്കെ കിട്ടുന്നൊരു ഹോട്ടലിൽ കയറിയിരിക്കുകയാണ് ഞാൻ എൻ്റെ മച്ചാനെ കൊണ്ട്. അപ്പോൾ മച്ചന്മാരെ ഇന്ന് ഊണാണ്. ഒരുപാട് കാലത്തിന് ശേഷം ഊണ് കഴിക്കാൻ പോവാണ്. ഒരുപാടല്ല, 2-3 ദിവസമായി ഊണ് കഴിച്ചിട്ട്. ഈ ക്യാമറ കുറിച്ചല്ലേ ക്യാമറമാനെ കിട്ടിയിട്ടോ. ഈ ക്യാമറ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ക്യാമറമാൻ നാഫിനൊപ്പം റൈസ് ബാക്ക് ഭക്ഷണം കഴിക്കണം. അങ്ങനെ മച്ചന്മാരെ ഞങ്ങളിത് അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് റാഹത്തായിട്ട് ഇറങ്ങിയിട്ടുള്ള ഞാനും ഇവനും വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു. ഇനി നമുക്ക് ഇവിടുന്ന് ട്രിവാൻഡ്രത്തേക്ക് ഏകദേശം 6.4 കിലോമീറ്ററാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ട്രിവാൻഡ്രത്ത് ഒരു അടിപൊളി ലുലുമാള് വരുന്നൊരു കാര്യം അല്ല. ഇപ്പം ഞാൻ അതിൻ്റെ തൊട്ടടുത്താണ്. ഇത്രയും അതിമനോഹരമായിട്ടുള്ളൊരു നദിയുടെ തൊട്ട സൈഡിലായിട്ടാണ് കേട്ടോ ലുലു വരുന്നത്. കണ്ടോ, ആ കാണുന്ന ബിൽഡിംഗ് തന്നെയാണ് വേൾഡിന് ഈ ഒരു മാളിനി ഓപ്പൺ ആയി കഴിഞ്ഞാൽ വേൾഡിൽ തന്നെ ഏറ്റവും വലിയ ലുലു മാൾ നമ്മുടെ ട്രിവാൻഡ്രത്തിലായിരിക്കും ഇനി ഉണ്ടായിരിക്കുക. ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. വർക്ക് പൂർത്തിയാവാനായിട്ടുണ്ട്. ഇപ്പോഴത്തെ നിങ്ങൾക്ക് ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു അവസ്ഥ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ബിൽഡിങ്ങിൻ്റെ വർക്ക് ഏകദേശം തീരാനായിട്ടുണ്ട് എന്നുള്ളതും. ഒരുപാട് വർക്ക് നടക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു മാളിൻ്റെ അവസ്ഥയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്ത് ഹൈറ്റല്ലേ ലുലു ബിൽഡിങ്ങിൻ്റെ, ഒരു രക്ഷയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ബിൽഡിങ്ങിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗം ഈ ഒരു ഭാഗമായിട്ടാണ് തോന്നുന്നത്. കാരണം ഇവിടെ നമുക്ക് കാണാൻ പറ്റും വെള്ളത്തിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ അവിടെ ഫ്രണ്ടിൽ കൊടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതായിരിക്കും എൻട്രൻസ്, നമ്മൾ കയറാൻ വേണ്ടി പോകുന്ന ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ മച്ചാന്മാരെ നമ്മളെ ഹൈവേയിൽ നിന്ന് നേരെ നമ്മൾ ട്രിവാൻഡ്രം ഹൈവേയിലോട്ട് നേരെ കയറുവാണ് കേട്ടോ. ട്രിവാൻഡ്രം റൂട്ടിലോട്ട് നമ്മളിപ്പോൾ വന്ന ഹൈവേ അവിടെ നിന്നാണ്
നമ്മൾ ലുലു മാൾ സൈഡ് അവിടെയാണ് നമ്മൾ ഇന്നലെ വന്ന റൂട്ടൊക്കെ അതാണ്. അവിടുന്ന് നമ്മൾ നേരെ വന്നിട്ട് നേരെ നമ്മൾ ട്രിവാൻഡ്രം റൂട്ടിലോട്ട് കയറി കേട്ടോ. നടന്ന് ഇതാ ട്രിവാൻഡ്രം സിറ്റിയിൽ എത്തിയിരിക്കുകയാണ്. ട്രിവാൻഡ്രം എത്തി. ഇനിയും തീർന്നില്ല, ഇനിയും നമുക്ക് ബാക്കിയുണ്ട്. ഇനിയകം 100 കിലോമീറ്ററിൻ്റെ ഉള്ളിലേ ഉള്ളൂ നമുക്ക് ഇവിടെ കന്യാകുമാരിയിലേക്ക് കേട്ടോ. അച്ഛന്മാരെ എൻ്റെ ബ്രോ നമ്മളെ വിട്ട് പോകാൻ വേണ്ടി പോവുകയാണ്. തിരിച്ചു പോവല്ലടാ? പോവാണ്. ഓക്കെ ബ്രോ, നമ്മുടെ കൂടെ ഇതുവരെ ഇന്ന് നമ്മുടെ കൂടെ നടന്നത് 15 കിലോമീറ്റർ ഇന്ന് നമ്മുടെ കൂടെ നടന്നു കേട്ടോ ആള്. ഒരുപാട് സന്തോഷമായിട്ടാ ഇന്നത്തെ ഡേ കളറാക്കി തന്നതിന്. ബ്രോ പോയിട്ട് വാ കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ നമ്മുടെ ഒരു മച്ചാൻ നമ്മളെ കൂട്ടാൻ വേണ്ടി വന്നിട്ടുണ്ട്. ബ്രോ വാട്ട് ഈസ് യുവർ നെയിം? വിഷ്ണു. നമുക്ക് സ്നേഹം തരാൻ വേണ്ടി നമ്മളെ കൂട്ടാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ മച്ചാൻ നമ്മളിതാ മച്ചാൻ്റെ വീടിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. കുറേ പേരുണ്ട്. ബ്രോ അരുണേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു യാത്ര? ഒരു രക്ഷയില്ല. ഇത് നമ്മുടെ ജിഷ്ണു, നമ്മുടെ തന്നെ വിളിക്കാവുന്ന ജിഷ്ണുവിന്റെ അനിയനാണ്. ബിലാൽ ബഷീർ. ഇത് ഡോക്ടർ യാസിൻ. ഓക്കെ, താങ്ക് യു. ഒരാളുണ്ട് സൂരജ് അടുക്കള. ഇദ്ദേഹം പിന്നെ ഇതാണ് സൂരജ്, കോർപ്പറേഷൻ ഉദ്യോഗസ്ഥനാണ്. ഓക്കെ. അപ്പോൾ നമ്മള് മച്ചാനെ നമ്മൾ എങ്ങനെ പരിചയപ്പെട്ടാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് വർക്കല ബീച്ചിൽ പോയി വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനെ വരുന്ന ബൈക്കിൽ അങ്ങനെ വന്നിട്ട് ഡിസ്കഷന് പോയതാണ്. അപ്പോഴാണ് ഇങ്ങനെ കണ്ടത്. അങ്ങനെ ഞങ്ങളിങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചു നമ്പർ ഉണ്ടോന്ന് ചോദിച്ചു. നമ്പർ കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒന്നും നോക്കണ്ട, ട്രിവാൻഡ്രം എത്തിയാൽ എന്നെ വിളിച്ചോ, നേരെ എൻ്റെ വീട്ടിലേക്ക് പോരുമെന്ന് പറഞ്ഞു. അങ്ങനെ പരിചയമായതാണ്. അപ്പൊ എന്താ പറയാ, കൂടി താങ്ക് യു സോ മച്ച്. അപ്പൊ ഇന്ന് ഞാൻ ഇവിടെയാണ് സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എന്താ പരിപാടി? അടിപൊളി. പൊളിക്കല്ല, ചിക്കനൊക്കെ പൊളിച്ച് ബീഫും കപ്പയും ഒക്കെ ഉണ്ടാവും. യാത്ര ഇനി എന്താ പരിപാടി അടുത്ത്? ഇനി കന്യാകുമാരി. അത് കഴിഞ്ഞിട്ട് ഇനി ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്, വലിയൊരു പ്ലാൻ ചെയ്യുന്നുണ്ട്. വേണോ ഒരു മിനിറ്റ് ഒന്ന് വേണം. ചിക്കനൊക്കെ നമ്മൾ ഹായ്, അമ്മയാണോ? അമ്മയാണ്. ഇത് വിഷ്ണുവിന്റെ അമ്മയാണ്. ഇനി ഇതൊക്കെ യൂട്യൂബിൽ വരുന്നതാണ്. ഇതൊക്കെ നമ്മളെല്ലാവരുടെ അമ്മയാണ്. പറയണ്ടേ? ഒന്നും ചിക്കൻ കുടിച്ചിട്ടാണ്. ചിക്കൻ നല്ലൊരു ദിവസമായിട്ടാണ് ആശ വീട്ടിൽ വന്നത്. ആശ നല്ലതായിട്ട് മിൽക്കറി കാണിക്കുന്ന ആശാനാണ്. അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങളോട് കിടക്കാം. അപ്പൊ എന്തായാലും എന്താ പറയാ, നമുക്കിനി ഇവിടെ ഫുള്ള് പൊളിയാണ് കേട്ടോ. ഞാൻ വിചാരിച്ച പോലെയല്ല, വേറെ ലെവൽ ഫാമിലിയാണ്. അപ്പൊ എന്തായാലും ഇനി ഞാൻ ഇവരുടെ ഫാമിലിയിൽ പങ്കെടുക്കാൻ വേണ്ടി പോവാണല്ലേ. അപ്പൊ മച്ചാന്മാരെ, ഞാനിതാ കുളിച്ചു മാറ്റി ഫ്രഷ് ആയി വന്നിരിക്കുകയാണ്. ഇനി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇനിയൊന്നുമില്ല, ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ശരിക്കും ഒന്ന് അടിച്ചു പൊളിക്കാനുണ്ട് മച്ചന്മാരുടെ കൂടെ. അവിടെ ചോറുണ്ട്, പുളിശ്ശേരിയും ചിക്കനൊക്കെ ഉണ്ടല്ലോ മച്ചാനെ. ഈ അന്നേലാടാ നീ കരുക്കി. അപ്പൊ മച്ചന്മാരെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ഇനി നമുക്ക് കാണാം കേട്ടോ. അപ്പൊ 10 മണികളെ ഞങ്ങളിങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ ഇനിയിപ്പോ എന്താ പറയുക, ഒരു ഉറങ്ങല്ലേ? നമുക്ക് ഉറങ്ങാം. ഈ ഇരിക്കുന്ന മഹാനല്ലേ ചോറ് കഴിച്ചോണ്ടിരിക്കുകയെന്ന് പറഞ്ഞപ്പോഴത്തേനും ലാപ്ടോപ്പ് ഓണാക്കി വേറെന്തോ ഒരു വലിയ ബിസിനസ് മാൻ ആണെന്ന് വിചാരിച്ചോട്ടെ എന്ന് കരുതി അല്ലേ? അമ്മയാണ് വെറുതെ വെച്ചിരിക്കുന്നത്. നമുക്ക് എന്താ ഒളിച്ചിരിക്കുന്ന അമ്മ ഒളിച്ചിരിക്കുവാണ്. അവിടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ ഒരു ദിവസം ഒരു കാര്യം സർപ്രൈസ് ഉണ്ട്. നാളെ കന്യാകുമാരിക്ക് പോകണ്ട. നമുക്ക് തിരുവനന്തപുരം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം.
ഓ അപ്പൊ നാളെ എനിക്ക് ചെറിയ സംഭവം തരാം. നാളെ എന്റെ വീഡിയോ നീ ഗോപ്രോയിൽ എടുക്കുക കേട്ടോ. ഗായ്സ് ഞാൻ കാത്തിരുന്നത് ഗായ്സ്. ഇനി ഞാൻ ഇതിലെടുത്തിട്ട് എങ്ങനെ ഉണ്ടാവും നമുക്ക് നാളത്തെ വീഡിയോയിൽ നോക്കാം കേട്ടോ. അപ്പൊ നാളെ നമ്മുടെ ഫോണിൽ വീഡിയോ ഇല്ല, എന്റെ ഇതിൽ മാത്രമേ വീഡിയോ ഉള്ളൂ. താങ്ക് യു ബ്രോ. അപ്പൊ ബ്രോ ഇതൊന്ന് പിടിച്ചോ. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും എത്തിക്കുക. എല്ലാവരും സന്തോഷമായിട്ടിരിക്കാൻ വരെ നിങ്ങളും സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കനോട് അമർത്തിയിട്ട് ഞങ്ങളുടെ കൂടെ തന്നെ വാട്ടോ.